everyone, welcome back to EVS class. Before the exam, we already started lesson number 5, plants are useful. Today, we are going to discuss the other uses of plants. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്ലാന്റ്സിൻ്റെ കുറേ യൂസസ് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? പ്ലാന്റ്സ് ഗീവ്സ് ഓക്സിജൻ. നമുക്ക് പ്ലാന്റ്സ് ഓക്സിജൻ തരുന്നുണ്ട്. പിന്നെ ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഷെൽട്ടറാണ്. ദെൻ ഓയിൽ തരുന്നു, ടീ, കൊക്കോ ഒക്കെ നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 32, പ്ലാന്റ്സ് ഗീവ് വുഡ്. ഈ പ്ലാന്റ്സ് നമുക്ക് അടുത്ത് തരുന്നതാണ് വുഡ്, തടി. പ്ലാന്റ്സ് ഗീവ് അസ് വുഡ്. ഡിയോഡർ, തേക്ക്, ശീശം എക്സെട്ര ആർ യൂസ്ഡ് ടു മേക്ക് ഫർണിച്ചർ. തടി കൊണ്ട് എന്താ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, പ്ലാന്റ്സ് ഗീവ് റബ്ബർ, ഗം ആൻഡ് പേപ്പർ. ഇനി പ്ലാന്റ്സ് എന്താ തരുന്നത്? റബ്ബർ, ഗം ആൻഡ് പേപ്പർ. നാച്ചുറൽ റബ്ബർ ഈസ് എ വൈറ്റ് ലിക്വിഡ് ഒബ്റ്റെയിൻഡ് ഫ്രം റബ്ബർ ട്രീ. റബ്ബർ പാല് കണ്ടിട്ടുണ്ടോ? റബ്ബർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? സിമിലർലി ഗം ആൻഡ് പേപ്പർ ആർ ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്. നമ്മൾ പശ ഉണ്ടല്ലോ, ഗം, പശ, പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ബുക്കിൻ്റെ ഒക്കെ പേപ്പറില്ലേ, ഇതെല്ലാം പ്ലാന്റ്സിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അവിടെ ഒരു പിക്ചർ കണ്ടോ? കീക്കർ ട്രീ എന്നാണ് നമ്മൾ ഗം ഉണ്ടാക്കുന്നത്. കീക്കർ എന്ന് പറഞ്ഞ ട്രീ ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ഗം ഉണ്ടാക്കുന്നു. ദെൻ റബ്ബർ ട്രീന്ന് ഇറേസർ, നമ്മൾ ഇറേസർ ഉണ്ടല്ലോ, അത് ഇറേസർ ഉണ്ടാക്കുന്നു. ദെൻ ബാംബു, മുള, ആ ട്രീ നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നു. ഓക്കെ. പ്ലാന്റ്സ് ഗീവ് മെഡിസിൻസ്. ഇനി നമുക്ക് പ്ലാന്റ്സ് എന്താ തരുന്നത്? മെഡിസിൻസ്, മരുന്ന് തരുന്നുണ്ട്. നീം, തുളസി, സിങ്കോണ, യൂക്കാലിപ്സ് ആൻഡ് മിന്റ് ആർ സം ഓഫ് ദ പ്ലാന്റ്സ് വിച്ച് ഗീവ്സ് ആസ് മെഡിസിൻസ്. നമുക്കല്ല തുളസിയും ദെൻ കൂർക്കയിലൊക്കെ നമുക്ക് മരുന്ന് യൂസ് ചെയ്യാറില്ലേ? അപ്പം പ്ലാന്റ്സ് നമുക്ക് മെഡിസിനായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, പ്ലാന്റ്സ് ഗീവ് പെർഫ്യൂംസ്. ഇനി പെർഫ്യൂമും തരുന്നുണ്ട്. സം പ്ലസന്റ് സ്മെല്ലിംഗ് മെറ്റീരിയൽസ് ആർ ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്. These are used in making perfumes, soap, cosmetic and essence used in cake, ice cream, juices, etc. ഇനി പ്ലാന്റ്സ് നമുക്ക് പെർഫ്യൂം തരുന്നുണ്ട്. ഈ ജാസ്മിൻ്റെ സ്മെല്ലൊക്കെ ഇല്ലേ, അതൊക്കെ പൂവിൽ നിന്ന് ഓരോ പ്ലാന്റ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ആ സ്മെല്ലൊക്കെ പൂവിൽ നിന്നൊക്കെ ഉള്ളത് കിട്ടുന്നതാണ്. ഇനി എസൻസ്, വാനില എസൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കേക്ക് ഉണ്ടാക്കാനും ഐസ്ക്രീം ഉണ്ടാക്കാനും ഒക്കെ ആ എസൻസ് ഒക്കെ നമ്മൾ പ്ലാന്റ്സിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇനി അവിടെ പിക്ചർ നോക്കിക്കേ, റോസിൽ നിന്ന് നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാൻ പറ്റും. റോസ് വാട്ടർ നമുക്ക് മുഖമൊക്കെ കഴുകാനൊക്കെ നല്ല ഇതാണ്, കോസ്മെറ്റിക് ആണ്, മേക്കപ്പിനൊക്കെ നല്ലതാണ്. ദെൻ ജാസ്മിൻ്റെ അകത്തുനിന്ന് നമ്മൾ ടാൽക്കം പൗഡർ, നമ്മുടെ പൗഡർ ഇല്ലേ, പൗഡർ ഉണ്ടാക്കാം. അതിന് ടാൽക്കം പൗഡർ എന്നാണ് പറയുന്നത്. ദെൻ ലാവൻഡർ എന്ന് പറഞ്ഞ പൂവിന് പെർഫ്യൂം ഉണ്ടാക്കാറുണ്ട്, പെർഫ്യൂം. ഓക്കെ. ദെൻ പ്ലാന്റ്സ് ഗീവ് ഫുഡ് ഫോർ ആനിമൽസ്. ഇനി പ്ലാന്റ്സ് ആനിമൽസിന് ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പാർട്ട് ഫ്രം ഫുഡ്, പ്ലാന്റ്സ് പ്രൊവൈഡ് ഫോഡർ ഫോർ ആനിമൽസ്. ഓക്കെ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പ്ലാന്റ്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, മിക്ക കാര്യങ്ങളും തന്നെ നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. സോ ടേക്കിംഗ് കെയർ ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സ് നമ്മൾ ടേക്ക് കെയർ ചെയ്യണ്ടേ, സൂക്ഷിക്കണ്ടേ? ഓക്കെ. പ്ലാന്റ്സ് ഓൾസോ ആഡ് ടു ദ ബ്യൂട്ടി ഓഫ് ദ സറൗണ്ടിങ്സ്. വി ഷുഡ് ഗ്രോ മോർ ആൻഡ് മോർ പ്ലാന്റ്സ്. ഓക്കെ. നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കണം. ഡ്രൈ ലീവ്സ് ആർ യൂസ്ഡ് ടു മേക്ക് മാനുവർ. പ്ലാന്റ്സ് ഇൻ എ ഗാർഡൻ ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. നമുക്കറിയാലോ, പൂന്തോട്ടത്തിലൊക്കെ ഗാർഡനിലൊക്കെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്, നല്ല ഭംഗിയല്ലേ? ദേ അട്രാക്ട് ബട്ടർഫ്ലൈസ് ആൻഡ് അതർ ഇൻസെക്ട്സ്. അപ്പം ഈ പൂക്കളാണ് ബട്ടർഫ്ലൈനെ ഇൻസെക്റ്റിനൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. പ്ലാന്റ്സ് ആർ അവർ വെൽത്ത്. വി ഷുഡ് നോട്ട് ഡിസ്ട്രോയ് ദം. അപ്പം പ്ലാന്റ്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലാന്റ്സിനെ ഒരിക്കലും നശിപ്പിക്കരുത്. സോ ദാറ്റ്സ് ഓൾ ദിസ് ചാപ്റ്റർ. See you next class.